Next chapter is linear inequalities. നിങ്ങൾ ലീനിയർ ഇൻഇക്വാലിറ്റീസ് എന്ന് കേട്ടിട്ടുണ്ടാവില്ല, പക്ഷെ നിങ്ങൾ 9th 10th ലീനിയർ ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. എന്താണ് ലീനിയർ ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ, അതായത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 10, 2x പ്ലസ് 5 ഈക്വൽ ടു 10, ഇങ്ങനെയുള്ള ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. അപ്പം ഇതിനെ നമ്മൾ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ഓൾറെഡി ഈക്വൽ ടു വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡും ഈക്വൽ ടു ഇട്ടിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിന് ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ 2ഉം 5ഉം 10ഉം കോൺസ്റ്റൻസ് ആണ്, എന്നാൽ എക്സ് എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ആണ്. ഈ സെക്കൻഡ് ഇക്വേഷന് വെച്ച് നോക്കുമ്പോൾ 2, 5, 10 കോൺസ്റ്റൻസും എക്സ് വേരിയബിൾ ആണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ ഒരു വേരിയബിളേ ഉള്ളൂ. ഇതിന് നമ്മൾ എന്ത് പറയും? ലീനിയർ ഇക്വേഷൻ എന്ന് പറയും. ഇനി ഫസ്റ്റ് ഇക്വേഷൻ ഒക്കെ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 10. ഇവിടെ വേരിയബിൾ എന്ന് പറയുമ്പോൾ എത്ര വേരിയബിൾ വന്നിട്ടുണ്ട്? എക്സും വൈയും രണ്ട് വേരിയബിൾ വന്നിട്ടുണ്ട്, പക്ഷെ ഒരു കോൺസ്റ്റന്റ് മാത്രമേ ഉള്ളൂ, പക്ഷെ ഈക്വൽ ടു വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതും ഒരു ലീനിയർ ഇക്വേഷനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ഇനി നമ്മൾ ഇൻഇക്വാലിറ്റീസിലേക്ക് വരാണ്. എന്താണ് ഇൻഇക്വാലിറ്റീസ്? ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം പറഞ്ഞു പോകുന്നുള്ളൂ. ഇനി ഇൻഇക്വാലിറ്റീസ് എന്ന് വെച്ചാൽ ഈക്വൽ ടു അല്ലാത്ത കേസുകൾ, അതായത് നിങ്ങൾ UKG LKG തുടങ്ങി നമ്മൾ കുറച്ച് ഓപ്പറേഷൻസ് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഈക്വൽ ടു. ഇത് മൂന്ന് വെച്ച് ചെയ്യാൻ നമ്മൾ LKG തുടങ്ങി പഠിക്കേണ്ടതാണ്. ഇതിൽ ഈക്വൽ ടു വന്നാൽ അത് ഇക്വേഷൻ ആവുമെന്ന് പഠിച്ചു. ഗ്രേറ്റർ ദാനും ലെസ് ദാനും വന്നാലോ? ഗ്രേറ്റർ ദാനും ലെസ് ദാനും വരുമ്പോഴാണ് നമ്മൾ ആ ഇക്വേഷനെ ലീനിയർ ഇൻഇക്വാലിറ്റീസ് എന്ന് പറയുന്നത്. ഇനി ഇപ്പൊ AX² പ്ലസ് BX പ്ലസ് C ഈക്വൽ ടു 0, ഇത് ഈക്വൽ ടു ഉണ്ട്, ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ഒക്കെ ഉണ്ട്. ഇതിന് നമ്മളൊരു ഇക്വേഷൻ എന്ന് പറയും, പക്ഷെ ഇതിനൊരു ലീനിയർ ഇക്വേഷൻ എന്ന് പറയുമോ? നമ്മളിതിന് സാധാരണ രീതിയിൽ എന്താ വിളിക്കാറ്? അതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നാണ് നമ്മൾ പറയാറുള്ളത്. അപ്പൊ എന്താണ് ലീനിയർ ഇക്വേഷൻ അല്ലെങ്കിൽ ലീനിയർ ഇൻഇക്വാലിറ്റി? ഈ ലീനിയർ എന്ന് പറയുന്നത് എന്താണ്? അതാണ് പറയാൻ പോകുന്നത്. ഇവിടെ ക്വാഡ്രാറ്റിക് എന്ന് പറയാൻ കാരണം എന്താണ്? ഇവിടെ എക്സ് എന്ന് പറയുന്ന വേരിയബിൾ ആണ് ഉള്ളത്, പക്ഷെ എക്സിന്റെ പവർ ഇവിടെ എത്രയാണ്? 2 ആണ്. അതായത് ഇത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. നമ്മൾ പവർ പഠിച്ചിട്ടുണ്ട്. അതായത് വേരിയബിൾസിലെ ഏറ്റവും കൂടിയ ഡിഗ്രി ഏതാണോ ആ ഡിഗ്രി വെച്ചിട്ടാണ് നമ്മൾ ഇക്വേഷനെ ക്വാഡ്രാറ്റിക് അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി. ഇവിടെ സെക്കൻഡ് ഡിഗ്രി, എക്സിന്റെ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത് 2 ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഇക്വേഷൻ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയും. ഇനി AX³ പ്ലസ് BX പ്ലസ് C ആണെങ്കിലോ, ഇവിടുത്തെ എക്സിന്റെ പവർ വലിയ ഗ്രേറ്റസ്റ്റ് പവർ എന്ന് പറയുന്നത് 3 ആണ്. സ്ക്വയർ ഇല്ലെങ്കിൽ പോലും ഉള്ള വേരിയബിളിന്റെ ഗ്രേറ്റസ്റ്റ് പവർ 3 ആയതുകൊണ്ട് തന്നെ ഈ ഇക്വേഷന് നമ്മൾ എന്ത് പറയും? തേർഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയും. അപ്പൊ ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞാലോ, ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഏത് വേരിയബിൾ ആയിക്കോട്ടെ ആ വേരിയബിളിന്റെ ഡിഗ്രി 1 ആയിരിക്കണം. ഡിഗ്രി 1 വരുന്ന ഇക്വേഷന് ഏത് വേരിയബിളിൻ്റെ, ഇപ്പം 2 വേരിയബിൾ വരാം, അത് ലീനിയർ ഇക്വേഷനിൽ വരും അല്ലെങ്കിൽ ലീനിയർ ഇൻഇക്വാലിറ്റീസിലും വരും. പക്ഷെ ആ 2 വേരിയബിളിൻ്റെയും പവർ എത്രയായിരിക്കണം? 1 ആയിരിക്കണം. അതായത് ഡിഗ്രി 1 ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ലീനിയർ ഇക്വേഷൻ അല്ലെങ്കിൽ ലീനിയർ ഇൻഇക്വാലിറ്റീസ് എന്ന് പറയുന്നത്. ഇക്വേഷൻ ആണെങ്കിൽ ഈക്വൽ ടു വരണം, ഇൻഇക്വാലിറ്റീസ് ആണെങ്കിലോ ഗ്രേറ്റർ ദാനോ ലെസ് ദാൻ വരണം. ഫോർ എക്സാമ്പിൾ എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ 10. ഇവിടെ ഈക്വൽ ടു 10 വന്നപ്പോൾ ഇത് ലീനിയർ ഇക്വേഷൻ ആണ്. ഇവിടെ ഗ്രേറ്റർ ദാൻ 10 വരുമ്പോൾ നമ്മൾ ഇതിന് എന്ത് പറയും? ലീനിയർ ഇൻഇക്വാലിറ്റീസ് എന്ന് പറയും. അതുപോലെ തന്നെ എക്സ് പ്ലസ് വൈ ലെസ് ദാൻ 10, ഇവിടെ ലെസ് ദാൻ ആണ്, ഈക്വൽ ടു അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് എന്ത് പറയും? ലീനിയർ ഇൻഇക്വാലിറ്റീസ് എന്ന് പറയും. ഇനി ഇതുപോലെ തന്നെ നമ്മൾ 10th ആ ഒരു സമയപ്പോഴേക്കും ലെസ് ദാനും ഗ്രേറ്റർ ദാനും മിക്സ് ചെയ്തിട്ട് പഠിച്ചു. ഫോർ എക്സാമ്പിൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5, ഇങ്ങനെയുള്ള 2 ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു. ഇവിടെ നമുക്ക് നോക്കിയേ, ഒരു ഇക്വേഷനിൽ തന്നെ 2 ഓപ്പറേഷൻ, അതായത് ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞൊരു ഓപ്പറേഷനും ഈക്വൽ ടു എന്ന് പറഞ്ഞൊരു ഓപ്പറേഷനും വന്നിട്ടുണ്ട്.
അതിൻ്റെ മീനിങ് എന്താ? ഇതിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് എക്സ് ഗ്രേറ്റർ ദാൻ 10 ഓർ എക്സ് ഈക്വൽ ടു 10. ഈ രണ്ടിന് മീൻ ചെയ്യുന്നതാണിത് അല്ലേ? അത് എക്സ് ഗ്രേറ്റർ ദാൻ 10 ആയിരിക്കാം, അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു 10 ആയിരിക്കാം. ഇതിനെ നമ്മൾ ഒരുമിച്ച് എഴുതുന്നതാണ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 എന്നുള്ളത്. അപ്പം ഗ്രേറ്റർ ദാനും ലെസ് ദാനും ഇൻഇക്വാലിറ്റിയിൽ വരും. അപ്പോൾ ഈ രണ്ടോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് വരുന്നതോ അതും ഇൻഇക്വാലിറ്റീസ് തന്നെയാണ്. പക്ഷേ ഈ രണ്ടിനും നമ്മൾ സെപ്പറേറ്റ് പേരുകൾ പറയും. ഇത് ഈ ഒരു ഇക്വേഷനെ വെച്ച് എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ 10, ഗ്രേറ്റർ ദാൻ കമ്പൽസറി ആണ് ഗ്രേറ്റർ ദാൻ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ലെസ് ദാൻ ഏതെങ്കിലും ഒന്ന് മാത്രം വരാണെങ്കിൽ ഇതിനെ നമ്മൾ സ്ട്രിക്റ്റ് ഇൻഇക്വാലിറ്റി എന്ന് പറയും. ഇവിടെ ഓർ ഇട്ടിട്ട് അല്ലെങ്കിൽ രണ്ട് ടൈം ഒന്നെങ്കിൽ ഗ്രേറ്റർ അല്ലെങ്കിൽ ഈക്വൽ, അങ്ങനെ രണ്ടെണ്ണത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ അതിനെ പറയുന്നതാണ് സ്ലാക്ക് ഇൻഇക്വാലിറ്റീസ്. അതായത് ഇൻഇക്വാലിറ്റിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ സ്ട്രിക്റ്റ് ഇൻഇക്വാലിറ്റിയും സെക്കൻഡ് വൺ സ്ലാക്ക് ഇൻഇക്വാലിറ്റിയും. സ്ട്രിക്റ്റ് ഇൻഇക്വാലിറ്റിയിൽ ഏതൊക്കെയാണ് വരുന്നത്? സ്ട്രിക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഗ്രേറ്റർ ദാനും ലെസ് ദാനും, അതാണ് സ്ട്രിക്റ്റ് ഇൻഇക്വാലിറ്റി. ഫോർ എക്സാമ്പിൾ AX പ്ലസ് ബി ലെസ് ദാൻ 0, അല്ലെങ്കിൽ 2x പ്ലസ് 3 ഗ്രേറ്റർ ദാൻ 5. ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ ഒന്നല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ലെസ് ദാൻ മാത്രം വരുന്ന ഇക്വേഷനെ നമ്മൾ സ്ട്രിക്റ്റ് ഇൻഇക്വാലിറ്റി എന്ന് പറയും. ഇനി സ്ലാക്ക് ഇൻഇക്വാലിറ്റി എന്ന് പറഞ്ഞാലോ, അതായത് ഗ്രേറ്റർ ദാനും ലെസ് ദാനും മാത്രമല്ല, അതിൻ്റെ കൂടെ ഒരു ഈക്വൽ ടു സൈനും കൂടി വരും. അതായത് ഓർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. ഫോർ എക്സാമ്പിൾ AX പ്ലസ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5, 5x പ്ലസ് 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. ഇങ്ങനെ രണ്ട് ഓപ്ഷൻസ് വരണമെങ്കിൽ നമ്മൾ എന്ത് പറയും? അതിനെ സ്ലാക്ക് ഇൻഇക്വാലിറ്റി എന്ന് പറയും. ഇനി വേരിയബിൾസ് ഇല്ലാത്തതിന് നമ്മൾ ഇൻഇക്വാലിറ്റി, അതായത് ന്യൂമറൽസ് മാത്രം ഉള്ളതിന്, ഫോർ എക്സാമ്പിൾ 4 പ്ലസ് 5 ലെസ് ദാൻ 10, 4ഉം 5ഉം ആഡ് ചെയ്താൽ ലെസ് ദാൻ, അതായത് 9 ലെസ് ദാൻ 10. ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഇൻഇക്വാലിറ്റി തന്നെയാണ്. പക്ഷെ ഇവിടെ വേരിയബിൾസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇതിനെ എന്ത് പറയും? ന്യൂമറിക്കൽ ഇൻഇക്വാലിറ്റി എന്ന് പറയും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സ് പ്ലസ് 2 ലെസ് ദാൻ 10. നമ്മൾ സാധാരണ ലീനിയർ ഇക്വേഷൻ, ഇതൊരു ലീനിയർ ഇൻഇക്വാലിറ്റി എന്നറിയാം, കാരണം ലെസ് ദാൻ ആണ്. ഇത് ലീനിയർ ഇക്വേഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എക്സ് പ്ലസ് 2 ഈക്വൽ ടു 10 എഴുതാം. ഈക്വൽ ടു എഴുതുന്നതുകൊണ്ട് ലീനിയർ ഇക്വേഷൻ. ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യാം? അതായത് എക്സ് സോൾവ് ചെയ്യാന്ന് വെച്ചാൽ എക്സിന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ പ്ലസ് 2നെ ഈക്വൽ ടുവിന്റെ റൈറ്റ് സൈഡിലോട്ട് പോകും. അപ്പോൾ പ്ലസ് 2 എന്താവും? -2. അപ്പോൾ എക്സ് ഈക്വൽ ടു 10 മൈനസ് 2 ദാറ്റ്സ് ഈക്വൽ ടു 8. എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? 8. ഇവിടെ എക്സ് ഈക്വൽ ടു 8 എന്നുണ്ട്. ഇനി ഇൻഇക്വാലിറ്റിയിലോട്ട് വരുമ്പോൾ എന്താ ചെയ്യാൻ നോക്കാം. നമുക്ക് വേണമെങ്കിൽ ഇതേ മെത്തേഡിൽ തന്നെ ഈ ഇൻഇക്വാലിറ്റി കൊണ്ടുപോകാം. അപ്പോൾ എന്ത് വരും? എക്സ് ലെസ് ദാൻ ഈ പ്ലസ് 2 റൈറ്റ് സൈഡിൽ പോകുമ്പോൾ -2. അപ്പോൾ എന്ത് വരും? 10 മൈനസ് 2 എക്സ് ലെസ് ദാൻ 8. ലീനിയർ ഇക്വേഷനിൽ നമുക്കറിയാം എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 8 ആണ്, അല്ലെങ്കിൽ ഈ സൊല്യൂഷൻ എന്ന് പറയുന്നത് 8. ഒരു വാല്യൂ ഉള്ളൂ എക്സിന്. എക്സ് ഈക്വൽ ടു 8. എക്സ് 8 ആയിരിക്കണം, അത് കമ്പൽസറി ഒരു വാല്യൂ ആണ്. പക്ഷെ ഇൻഇക്വാലിറ്റിയിൽ നോക്കിയേ, എക്സ് ലെസ് ദാൻ 8, അത് എക്സിന്റെ വാല്യൂ ലെസ് ദാൻ ആയ എല്ലാ വാല്യൂസും തന്നെ നമുക്ക് എവിടെ വരുന്ന പറഞ്ഞേ? ഈ ഇൻഇക്വേഷൻ ഈ ലീനിയർ ഇൻഇക്വാലിറ്റിയിൽ വരും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ നാച്ചുറൽ നമ്പർ മാത്രമേ എടുക്കുന്നുള്ളൂ. എക്സ് ഈക്വൽ ടു 1 കൊടുത്തു. ഇതിവിടെ എക്സിന് 1 കൊടുക്കാമല്ലോ, കാരണം എന്താ? 8നേക്കാളും ചെറിയ നമ്പർ ആയിരിക്കണം എന്ന് പറയുന്നത്. എക്സിന് 1 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ 1 പ്ലസ് 2 ലെസ് ദാൻ 10, അതായത് 3 ലെസ് ദാൻ 10. ഇക്വേഷൻ ട്രൂ ആണല്ലോ. ഓക്കെ, ഇനി എക്സിന് 2 കൊടുത്താലോ? 2 പ്ലസ് 2 ലെസ് ദാൻ 10, ദാറ്റ് ഇംപ്ലൈസ് 4 ലെസ് ദാൻ 10. 4 എന്ന് പറയുന്നത് 10നേക്കാളും ചെറിയ നമ്പറാണ്, അപ്പോൾ അതും ട്രൂ ആണ്. ഇനി എക്സിന് 5 കൊടുക്കാം. എക്സിന് 5 കൊടുത്താലോ? 5 പ്ലസ് 2 ലെസ് ദാൻ 10, ദാറ്റ് ഇംപ്ലൈസ് 7 ലെസ് ദാൻ 10.
7 എന്ന് പറയുന്നത് 10-നേക്കാളും ചെറിയ നമ്പർ. അപ്പൊ എക്സിന് 5 കൊടുത്താലും ഇക്വേഷൻ ട്രൂ ആവുന്നുണ്ട്. ഇനി എക്സിന് 6 കൊടുക്കാം. അപ്പൊ എന്ത് വരും? 6 + 2 < 10. ദാറ്റ് ഇംപ്ലൈസ് 8 < 10. ഇക്വേഷൻ ട്രൂ ആണ്. നെക്സ്റ്റിന് 8-നേക്കാളും ചെറുതേ പറ്റുള്ളൂ. പിന്നെ ഏതാ പറഞ്ഞു? 7 കൊടുക്കുമ്പോൾ വരും 7 + 2 9. ദാറ്റ് ഇംപ്ലൈസ് 9 < 10. ഇനി 8 കൊടുക്കുകയാണെങ്കിലോ 8 + 2 < 10. ദാറ്റ് ഇംപ്ലൈസ് 10 < 10. 10 < 10 എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? 10 = 10 ആണ്. ഒരിക്കലും 10 < അല്ലെങ്കിൽ 10 > 10 എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എക്സിന് ഏത് വാല്യൂ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റില്ല? 8 എന്ന് പറഞ്ഞ വാല്യൂ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പിന്നെ എവിടെ വരെയുള്ള വാല്യൂസ് അപ്ലൈ ചെയ്യുമ്പോൾ x = 7, അതായത് എക്സിന് 8-നേക്കാളും ചെറിയ നാച്ചുറൽ നമ്പർ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്തുള്ളൂ. 7 എന്ന് പറഞ്ഞ വാല്യൂസ് കൊടുക്കാം. അപ്പൊ ഇൻഇക്വാലിറ്റിയുടെ കേസിൽ എക്സിന് നമുക്ക് ഒരുപാട് വാല്യൂസ് കിട്ടും. മനസ്സിലായെന്ന് ചോദിക്കുന്നത്? ഇക്വേഷൻ ആണെങ്കിൽ നമുക്ക് ഒരു വാല്യൂ കിട്ടുള്ളൂ എക്സിന്. പക്ഷെ ഇൻഇക്വാലിറ്റിയുടെ കേസിലാണെങ്കിൽ ആ ഇക്വേഷൻ ട്രൂ ആവണ വരെയുള്ള ആ സൊല്യൂഷൻസ് കിട്ടും. അതൊക്കെ ആയിരിക്കും അതിന്റെ വാല്യൂസ്, എക്സിന്റെ വാല്യൂസ് എന്ന് പറയുന്നത്. ഇതാണ് ഇൻഇക്വാലിറ്റിയും ഇക്വേഷനും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം. നെക്സ്റ്റ് പറയാൻ പോകുന്നത് നമുക്ക് ഇൻഇക്വാലിറ്റീസ് ഒരു 2-3 റൂൾസ് പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു ഇൻഇക്വാലിറ്റി, ന്യൂമറിക്കൽ ഇൻഇക്വാലിറ്റീസ് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. 3 > 2. അതായത് ഇങ്ങനെ ഒരു ഇൻഇക്വാലിറ്റി ആണെങ്കിൽ ഇതിന്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും, അതായത് റൈറ്റ് സൈഡിൽ നമ്മൾ ഒരു നമ്പറിനെ ആഡ് ചെയ്യോ സബ്ട്രാക്റ്റോ ചെയ്താൽ അതേപോലെ തന്നെ ആ നമ്പർ തന്നെ റൈറ്റ് സൈഡിൽ ചെയ്യണം. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ ലെഫ്റ്റ് സൈഡിൽ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകണം. വേറെ ചേഞ്ചസ് ഒന്നും വരുത്താൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, എനിക്കൊരു 3യുടെ കൂടെ എനിക്ക് ലെഫ്റ്റ് സൈഡിൽ 5 ആക്കണം. 3 എന്നുള്ളത് 5 ആക്കണം. അപ്പൊ ഞാൻ 3യുടെ കൂടെ +2 ചെയ്തു. ഇവിടെ +2 ചെയ്താൽ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? റൈറ്റ് സൈഡിലും +2 ചെയ്യണം. ഇവിടെ നമുക്ക് വേറെ ചേഞ്ചസ് വരാൻ പാടില്ല എന്ന് ആഗ്രഹിച്ചാൽ പോലും നമ്മൾ ലെഫ്റ്റ് സൈഡിൽ എന്തെല്ലാം ഓപ്പറേഷൻ ചെയ്യണോ അതെല്ലാം അതേ നമ്പർ കൊണ്ട് തന്നെ നമ്മൾ റൈറ്റ് സൈഡിലും കീപ്പ് ചെയ്ത് പോകണം. ഇനി എനിക്ക് 3 - 5 ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം? റൈറ്റ് സൈഡിലും 2 - 5 ചെയ്യണം. എങ്കിൽ മാത്രമേ ഇക്വേഷൻ ബാലൻസ് ചെയ്ത് പോകുള്ളൂ. അതുപോലെ തന്നെ ഡിവിഷൻ ആയിക്കോട്ടെ, മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് ഏത് ഓപ്പറേഷൻ എടുത്താൽ പോലും നമ്മൾ എന്ത് ചെയ്യണം? അതായത് 3 × 2 ചെയ്യുമ്പോൾ ഈ റൈറ്റ് സൈഡിലും 2 × 2 ചെയ്യണം. ഇനി 3/3 ചെയ്താൽ റൈറ്റ് സൈഡും 2/3 തന്നെ ചെയ്യണം. നമ്മൾ ഒരു ഓപ്പറേഷൻ ഒരു സൈഡിൽ മാത്രം ചെയ്യരുത്, 2 സൈഡിലും ഒരേപോലെ കൊണ്ടുവരണം. അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ പറയാനുള്ളത്, ഇതെല്ലാം നമ്മളിപ്പോൾ പോസിറ്റീവ് കേസുകളാണ് ചെയ്തത്. ഇനി നെഗറ്റീവ് കേസുകൾ. ഇപ്പം നെഗറ്റീവ് കേസുകളുടെ അഡീഷണൽ സബ്ട്രാക്ഷൻ ആകുമ്പോഴും നമുക്ക് വേറെ ചേഞ്ചസ് ഒന്നും ഇതിൽ വരുത്താനില്ല. പക്ഷെ മൾട്ടിപ്ലിക്കേഷന്റെ കേസിലോട്ട് വരാണെങ്കിൽ, അല്ലെങ്കിൽ ഡിവിഷന്റെ കേസിലോട്ട് വരാണെങ്കിൽ 3 > 2 ഇതിനെ ഞാൻ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എന്താ വരാ? 3 × -1. ഇവിടെ ആണെങ്കിൽ 2 × -1. അപ്പൊ ഇവിടെ എന്ത് വരും? -3 -2. ഓക്കെ, ഇവിടെ നമ്മൾ ഏത് ഓപ്പറേഷൻ ആയിരുന്നു? > ആയിരുന്നു. എങ്കിൽ ഇവിടെ > ഇട്ടാൽ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുമോ? -3 ആണോ -2 ആണോ ബിഗ്ഗസ്റ്റ് നമ്പർ? നമ്പർ ലൈൻ വരച്ചാൽ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. നമ്പർ ലൈനിൽ 1 2, അതായത് ഇത് ലെഫ്റ്റ് സൈഡിലോട്ട് പോകുന്നതോറും നമ്പറിന്റെ വാല്യൂസ് കുറഞ്ഞുകൊണ്ടേയിരിക്കും അല്ലേ? അപ്പൊ -2 എന്ന് പറയുന്നത് -3നേക്കാളും ബിഗ്ഗസ്റ്റ് നമ്പർ ആണല്ലോ അല്ലെ? -2നേക്കാളും ബിഗ്ഗസ്റ്റ് നമ്പറാണ് -1. -1നേക്കാളും ബിഗ്ഗസ്റ്റ് നമ്പറാണ് 0. ഇവിടെ -3 ആണോ -2 ആണോ ഗ്രേറ്റർ എന്ന് ചോദിച്ചാൽ ഇത് നോക്കി നമുക്ക് പറയാൻ പറ്റും -2 ആണ് ഗ്രേറ്റർ. -2 ഗ്രേറ്റർ ആകുമ്പോൾ ഇവിടുത്തെ സിമ്പിൾ എന്താ വേണ്ടത്? നിങ്ങൾ LKG തന്നോണ്ട് ഇങ്ങനെ ഒരു ഇത് തന്നെ ഈ ലെസ് ദാനും ഗ്രേറ്റർ ദാനും ഇടാൻ പാടും. നിങ്ങൾ ഇങ്ങോട്ട് ഇടണം. ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞാൽ എന്താ?
അതായത് വലിയ നമ്പറിൻ്റെ അടുത്തേക്ക് ഓപ്പൺ മൗത്ത് ആയിരിക്കണം. അതിനെയാണ് നമ്മൾ ഗ്രേറ്റർ, അത് ആ ഒരു നമ്പറാണ് ഗ്രേറ്റർ എന്ന് പറയുന്നത്. നമ്മൾ ഓപ്പറേഷൻ വിളിക്കുക ഇതിന് ഗ്രേറ്ററും റൈറ്റ് സൈഡിലോട്ട് ഓപ്പൺ മൗത്തുള്ളതിനെ ലെസ് ദാൻ എന്ന് നമ്മൾ വിളിക്കും. പക്ഷെ നമ്മൾ സിംപ്ലിഫൈ അല്ലെങ്കിൽ നമ്മൾ ഈ മാത്സിൽ നമ്മൾ ഇത് കൊടുക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഓപ്പറേഷൻ ഇടുന്നത് എവിടെയാണ്, അതായത് ഏത് സൈഡിലാണോ ഗ്രേറ്റസ്റ്റ് നമ്പർ ആ സൈഡിലോട്ട് ഓപ്പൺ മൗത്ത് ആയിരിക്കണം. ഇവിടെ -3 ബിഗ്ഗസ്റ്റ് ആണ് -2. അപ്പോൾ നമ്മൾ ഓപ്പൺ മൗത്ത് എങ്ങോട്ടായിരിക്കണം, -2ൻ്റെ അവിടേക്കായിരിക്കണം. അതായത് -3 ലെസ് ദാൻ -2 എന്ന് നോക്കി. നമ്മുടെ ക്വസ്റ്റ്യൻ 3 ഗ്രേറ്റർ ദാൻ 2 എന്നായിരുന്നു. പക്ഷെ നമ്മൾ ചെയ്തു വന്നപ്പോഴും നമുക്ക് ലെസ് ദാൻ ആയിപ്പോയി. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, എന്താ മനസ്സിലാക്കാൻ പറ്റുക, അതായത് ഈ ഒരു ഇൻഇക്വാലിറ്റിൻ്റെ മൈനസ്, അതായത് നെഗറ്റീവ് നമ്പേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഡിവിഷൻ ചെയ്യുക ചെയ്താൽ ഇതിൻ്റെ ഈ ഓപ്പറേഷൻ റിവേഴ്സ് ആവും അല്ലേ. ഇവിടെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടാണല്ലോ നമ്മുടെ ഈ ഓപ്പറേഷൻ റിവേഴ്സ് ആയത്. ഇവിടെ ഗ്രേറ്റർ ദാൻ ഇത് ലെസ് ദാൻ ആയി. പക്ഷെ അഡീഷനോ സബ്ട്രാക്ഷനോ ആണെങ്കിൽ നമുക്ക് വേറെ ചേഞ്ചസ് വരില്ല. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും മാത്രമാണ് ഈ ചേഞ്ച് വരുള്ളൂ. അത് ഓർത്തിരിക്കുക. നമ്മളുടെ ഇൻഇക്വാലിറ്റീസിലെ നെഗറ്റീവ് നമ്പേഴ്സ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഓപ്പറേഷൻ അല്ലെങ്കിൽ അതിൻ്റെ സൈൻ എന്ന് പറയുന്നത് റിവേഴ്സ് ചെയ്തു.